നമുക്കറിയാം അമ്മയുമായിട്ട് എപ്പോഴും സഹകരിക്കുന്നവരാണ് കേട്ടോ റോയൽ ഡ്രൈവ്. ഒരു സൂപ്പർ കാറുകൾ എനിക്കൊക്കെ ആ ഷോറൂമിൽ പോയിട്ട് അനുഭവമുള്ളതാണ്. അങ്ങനെ അമ്മയുമായിട്ട് എപ്പോഴും സഹകരിക്കുന്ന ഒരു ബ്രാൻഡാണ് റോയൽ, അല്ലേ? റോയൽ ഡ്രൈവ് നമ്മുടെ മെയിൻ ആണ്, പക്ഷെ എന്റെ മെയിൻ ആളാക്കണം. അതെന്ത് പറയണം? തീർച്ചയായിട്ടും ആക്കോ. അദ്ദേഹം ഒരു വണ്ടി ഭ്രാന്തനായതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഏറ്റെടുത്തിട്ട് മറ്റേ തൃശ്ശൂര് നമ്മൾ എടുത്തു എന്ന് പറഞ്ഞ പോലെ. വണ്ടി ഭ്രാന്തൊന്നുമില്ല, നമ്മള് പറഞ്ഞില്ല നമുക്ക് കൊക്കി ഒതുങ്ങാന്നേ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ ആഗ്രഹങ്ങളാണ് ജീവിച്ചിരിക്കുമ്പോൾ. എൻ്റെ സെക്കൻഡ് ഹോം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടാണ്, ഫസ്റ്റ് ഹോം എൻ്റെ വണ്ടിയാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അങ്ങനെ തന്നെ. അതാണ് ഫസ്റ്റ് ഹോം ആണ് എൻ്റെ. അപ്പോൾ വണ്ടികൾ ഇഷ്ടമാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര തുടങ്ങിയ ആളാണ്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചാൽ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടാറുണ്ട്. ഇപ്പം ഞാൻ കണ്ടിട്ട് എക്സൈറ്റഡ് ആയിപ്പോയി നിങ്ങളുടെ ഒരു വണ്ടി കണ്ടിട്ട്. തീർച്ചയായിട്ടും ഞാൻ എക്സൈറ്റഡ് ആവണമെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഞാൻ കാണാറുണ്ട്, പക്ഷെ ഇത് കണ്ടിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. ഇനി അതായിരിക്കും എൻ്റെ ലക്ഷ്യം. അതല്ലേ? വെൽക്കം ടു റോയൽ ഡ്രൈവ്. അപ്പം എപ്പോഴും കേട്ടോ, എപ്പോഴും ഇനി ഏറ്റവും പ്രത്യേകത കാണുന്നത് നമ്മളൊരു ഫോൺ ചെയ്താൽ, അമ്മയെന്നൊരു ഫോൺ ചെയ്താൽ നമ്മളിങ്ങനെ പ്രോഗ്രാം നടത്തുക എന്ന് പറഞ്ഞാൽ റെഡിയാണ്. എന്നിട്ട് അമ്മയിൽ ഒന്ന് വന്നാൽ പിന്നെ തിരിച്ചു പോകാൻ തോന്നാണ്. തീർച്ചയായിട്ടും എനിക്ക് അമ്മയുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവരുടെ റിക്വസ്റ്റ് ആണ്. പിന്നെ അമ്മ നമ്മളെ കൂടി കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത്രയും അമ്മയുടെ മെമ്പേഴ്സ് നമ്മളെ ഇത് വണ്ടികൾ വാങ്ങിച്ചിട്ടുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെ എപ്പോൾ വിളിച്ചാലും പ്രോഗ്രാമിൽ നമ്മൾ റെഡിയാണ്. അമ്മയിൽ ഇനി അങ്ങ് തുടരും തീർച്ചയായിട്ടും. ഇനി നമ്മുടെ പ്രോഗ്രാം അമ്മയുടെ ഒരുപാട് മെമ്പേഴ്സിന് എന്ന് പറയുന്നത് പേര് പറയാൻ എത്ര ബുദ്ധിമുട്ടെന്നാണ്. പൃഥ്വിരാജ് ഉറൂസ് അവിടെ നിന്ന് പോയിട്ടുണ്ട്, ലംബോഗിനി ഇവർക്ക് കൊടുത്തു. ഞാൻ ഉറൂസ് രാജു എടുക്കുന്നതിന് മുമ്പ് ഞാൻ ബാംഗ്ലൂർ ഞാൻ ഡ്രൈവ് എടുത്ത് സന്തോഷ് ടീക്ക് ഒരു വിളിയില്ല, പുള്ളിക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പം എനിക്കിത് ഭയങ്കര ആഗ്രഹം, ഓടിക്കാൻ മാത്രം മേടിക്കാനല്ല. എന്നിട്ട് ആ നിമിഷം നമ്മുടെ ലാലേട്ടൻ വിളിച്ചിട്ട് നിനക്ക് ഇത് ഓടിക്കണമെന്ന് ഭ്രാന്തുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പം കൊണ്ടുവരട്ടെ. ഞാൻ സ്വപ്നം പോലെ ഇപ്പം കൊണ്ടുവരട്ടെ. ഒരു 10 മിനിറ്റ് സാധനം അവിടെ എത്തി. ഇദ്ദേഹം കൊണ്ടുവന്ന് ഞാൻ ഓടിച്ചു, ഡ്രൈവ് ചെയ്തത് ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കാണുന്നത് ഈ റോയൽ ഡ്രൈവിലൂടെയാണ്. ഇത്രയും എക്സ്പെൻസീവ് കാർസ് ഡീൽ ചെയ്യുന്ന ആളാണ്. നമുക്കൊരാഗ്രഹം ഇവരിവിടെ കൂടിയാലോ എന്ന്. പക്ഷെ സത്യം പറയട്ടെ, റോയൽ ഡ്രൈവ് തുടങ്ങി അന്ന് മുതൽ അമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിശ്വാസമാണ്. നമ്മുടെ അമ്മ എന്ന് പറയുന്നത് അത് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും, ഈ ഹൈദരാലി ഉൾപ്പെടെയുള്ള ഒരു അമ്മയുടെ ഒരു രക്തബന്ധങ്ങളാണ് ഇവരൊക്കെ. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോവില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. പുറത്ത് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പും റിലേഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, അത് വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം തുടർന്നുണ്ടാവട്ടെ. റോയൽ ഡ്രൈവ് ഞങ്ങളുടെ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഹോം, ഒരു കലാകാരൻ്റെ ഫസ്റ്റ് ഹോം എന്ന് പറയുന്നത് വണ്ടിയാണ്. അയാൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, അയാൾക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ഇപ്പം ഞാൻ അമ്പിളിച്ചേട്ടൻ്റെ കാര്യം ഞാൻ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നല്ലൊരു വാഹനമായിരുന്നെങ്കിൽ അത് ഇങ്ങനെ ഇരിക്കില്ല. ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ശരിക്കും അദ്ദേഹം നല്ലൊരു എക്സ്പെൻസീവ് വെഹിക്കിൾ ആയിരുന്നെങ്കിൽ അദ്ദേഹം നമുക്ക് ഇന്നും കിട്ടിയത്. അതിൻ്റെ ഒരു സൂക്ഷ്മതയും ആ ഒരു പ്രിക്കോഷനും ഇല്ലാത്തതാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൽ മലയാളികൾ തെറ്റിദ്ധരിക്കുന്നത് ഇതിൻ്റെ ഒരു പുറത്തേക്കുള്ളത് അപ്പുറം ഈ സേഫ്റ്റി എന്നുള്ള ഫീച്ചർ പലരും മറന്നു പോകുന്നു. സേഫ്റ്റി ശരിക്കും ലക്ഷറി കാറിൻ്റെ പർപ്പസ് സേഫ്റ്റിയാണ്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഇതൊരു ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ് പല ആളുകളും കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം അതാണ് ചിന്തിക്കുന്നത്. നമ്മൾ അത് എത്ര പുതിയതാവണമെന്നില്ല. ഇനി ഒരു പഴയ 2010 മോഡൽ വണ്ടിയാണെങ്കിൽ ആ വണ്ടിക്ക് സേഫ്റ്റി ഉണ്ടാവും. ഞാൻ 18 വയസ്സിൽ അമ്പലപ്പറമ്പ് പള്ളിപ്പറമ്പ്, അതായത് കേരളത്തിൽ ഒരറ്റം മുതൽ ഇങ്ങേറ്റം വരെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അന്ന് എല്ലാം ഞാൻ നോക്കുന്നത് സേഫ്റ്റിയാണ്, വണ്ടി സേഫ്റ്റിയാണ്. ട്രാൻസ്പോർട്ട് ബസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഏറ്റവും സേഫ്റ്റിയാണ് പുറകെ പോയിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ സേഫ്റ്റിയാണ് നോക്കുന്നത്. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ഹോമാണ്. അപ്പോൾ ആ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളാണ്. റോയൽ ഡ്രൈവിൽ ഒരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയും നല്ല കാർസ് നല്ല രീതിയിൽ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളും ബിസിനസ്സാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആക്ച്വലി റേറ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ മാനുഫാക്ചർ ചെയ്യല്ലോ. നമ്മളൊരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല കാറിന് നല്ല പ്രൈസ് കൊടുക്കണം, ഒരാൾ നല്ല രീതി. പിന്നെ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഹനം എടുത്ത് റീഫർബ് ചെയ്താൽ കൊടുക്കുന്നത്. ആസിറ്റി സെയിൽ ചെയ്യുന്ന പരിപാടിയില്ല. അതിന് നമ്മൾ കണ്ട എല്ലാ വർക്കും ക്ലിയർ ചെയ്തിട്ടാണ് വണ്ടി വിൽക്കുക. പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇപ്പോൾ വോക്സ് വാഗൻ, ഇപ്പോൾ പോളോ മറ്റേ ഇത് ഇറങ്ങിയല്ലോ, അതിന് പുറത്ത് 35 ലക്ഷം ഉള്ളൂ, ഇവിടെ വരുമ്പോൾ 52 ലക്ഷം രൂപയാണ്. അപ്പൊ അതേ റേറ്റിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എടുത്ത് വരണം. മനസ്സിലായി? ഇവിടെ ടാക്സ് വെറുതെ ടാക്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. അതിനോട് കോമ്പറ്റ് ചെയ്യണ വേറെ സാധനം ഉണ്ട്. ഒരു ഓഡി TT പ്രിയോണ്ട് എടുത്താൽ മതി. ഓഡി TT പുതിയത് ഏകദേശം 90 ലക്ഷം വരും. ഇത് എന്നെ പ്രശ്നം, രണ്ടുപേരും വണ്ടിയുടെ വലിയ എക്സ്പെർട്ട് ആട്ടോ.
ഞാനിത് വണ്ടി ആദ്യമായിട്ടാണ് ഹൈദരാലി മിണ്ടാണ്ട് നിൽക്കുന്നത്. ഞാൻ ഇയാളെ ഒരു വണ്ടിയുടെ ഭയങ്കര പക്ഷെ എനിക്ക് കേൾക്കാൻ എനിക്കും വണ്ടി വേണമെന്ന് ഞാൻ പറഞ്ഞേക്കണാണ്. എനിക്കും വണ്ടി വേണമെന്ന് പറഞ്ഞാൽ അതെ എന്തായാലും അതാണ് ഏറ്റവും സേഫ്റ്റി ഉണ്ട്. അതെ 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 ആരാണ് കല്ലെറിയണമെന്ന് അറിയാം. അടുത്തൊരു ഡെലിവറി ഉണ്ടാവും. തീർച്ചയായിട്ടും. ആണല്ലേ? അടിപൊളി. ഞങ്ങൾ ഏകദേശം ചർച്ച അന്തിമ ഘട്ടത്തിൽ. അതിന് വേണ്ടത് കല്ലെറിഞ്ഞാൽ പൊട്ടരുത്, ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കണം, കത്തി കൊണ്ട് കുത്തിയാൽ അത് അങ്ങനത്തെ ഒരാളാണ്. അത് കിട്ടും. എല്ലാം നമ്മൾ പഠിക്കും, എല്ലാം പഠിക്കും. പിന്നെ എന്തായാലും എനിക്ക് ഇവിടെ നിങ്ങളുമായിട്ട് കുറച്ച് നേരം നമ്മൾ പുതിയൊരു സംരംഭം കൂടി അതും കൂടെ പറയാം. കഫേ എന്ന് പറഞ്ഞിട്ട് റോയൽ ഡ്രൈവ് കഫേ നെട്ടൂരില്. അത് കോഫി ഷോപ്പ്. അതൊരു ലക്ഷറി ഉണ്ടോ ഇവിടെ? ഉണ്ട്. ഓ, അപ്പൊ അതും കൂടെ ഒരു ദിവസം എന്തായാലും വരും, താങ്കൾ എന്തായാലും വരണം. അവിടെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാനുള്ള സംവിധാനം. ഇപ്പോൾ ഈ പബ്ലിക്കിന്റെ ബുദ്ധിമുട്ടില്ലാതെ താങ്കളെ പോലത്തെ ആളുകൾ വരികയാണെങ്കിൽ അങ്ങനെ എനിക്ക് പ്രൈവറ്റുകളുടെ ഇടയിലിരിക്കണം. നമുക്ക് കുറച്ച് എയറിൽ പോകണം ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ ഇരിക്കണം അല്ലേ? അപ്പോ സന്തോഷം. മുകളിലേക്ക് ഞാൻ വരാം. അപ്പൊ അടുത്ത ഡെലിവറിക്ക് ഞാനുണ്ടാവും. ഉറപ്പ് നമുക്ക് പോവാം. ഇത് നാളെ ഇനി ഒരു ലോഡ് കൊണ്ടപ്പോ വണ്ടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു ലോഡ് സാധനം വണ്ടി കൊണ്ട് വെച്ചപ്പോഴാണ്. അത് നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മുടെ കൊണ്ടുവന്ന ആൾക്കാർ നമുക്ക് തരുന്ന സന്തോഷം. തീർച്ചയായിട്ടും ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും. അമ്മയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ ഒത്തിരി പേര് വരുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുണ്ട്. നമ്മളിതിന് മുമ്പ് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ചിരിച്ച മുഖം. ഞാൻ അന്ന് ചോദിച്ച ചോദ്യം വീണു, ആ ചിരിച്ച മുഖം ഇപ്പോഴും ഇങ്ങനെ തന്നെ. ഇനി എത്ര നാൾ നമുക്ക് ആയുസുള്ളൂ, ആ കാലം വരെ ഇങ്ങനെ എന്നെ തുടർന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണൽ വ്യക്തി കൂടിയാണ് ഞാൻ. ഈ സ്നേഹത്തിന്റെ മുന്നിലാണ് നമ്മൾ അടിയറ വെക്കുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. ഇന്ന് ഇത് എന്ത് വണ്ടിയാണ്? ഇത് യു കെ മാനുഫാക്ചേർഡ് ആണ്. നമ്മുടെ 1926-35 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വെഹിക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഈ വിൻറ്റേജ് കാറുകളിൽ ഏറ്റവും കൂടുതലായിട്ട് എടുക്കുന്ന ഒരു ഓപ്പൺ ടൈപ്പും ബോഡിയുടെ വെഹിക്കിളാണ്. അപ്പോൾ ഇത് വളരെ ഡിമാൻഡാണ് മാർക്കറ്റിൽ. പക്ഷേ വിൻറ്റേജ് കാറ്റഗറിയിലാണ് എല്ലാ ഫങ്ഷൻസിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതാണ്. നല്ലൊരു മോഡലാണ്. നല്ല മോഡലാണ്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയെക്കുറിച്ച് പറയുന്നത്. വണ്ടികൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ ഏത് വണ്ടി വേണമെങ്കിലും ധൈര്യമായിട്ട് പോയി പർച്ചേസ് ചെയ്യാവുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ അവിടെ വണ്ടി കണ്ടിട്ട് നമുക്ക് നമ്മുടെയൊക്കെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വരും, പിന്നെ മേടിക്കാന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ ഈ തവണ ഞങ്ങൾക്ക് ഒരു വണ്ടി ഡെലിവറി ഞങ്ങൾ ഏറെക്കുറെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ വരും. ഒത്തിരി സന്തോഷമല്ലേ? ഒരുപാട് സന്തോഷം. അപ്പൊ അമ്മയിൽ ഇനിയും തുടരും. അമ്മയിൽ ഇനി റോയൽ ഡ്രൈവ് തുടരും. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.